ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാനിവിടെ കോഴി നന്നാക്കിയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 1.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെറുതെ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും മുളക് പൊടി 1 സ്പൂണും ഉപ്പും 1 സ്പൂണും ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 5 മീഡിയം വലുപ്പത്തിലുള്ള സവോള, കുറച്ച് കറിവേപ്പില, 2 വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിൽ ഒരു 1.5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4-5 പച്ചമുളക്, 2 പഴുത്ത തക്കാളി. ഇതൊക്കെ നമുക്കിനി അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പോലെ ചോപ്പ് ചെയ്തിട്ട് ഞാൻ ചോപ്പറിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സബോള നല്ല ഫൈനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി എടുക്കാം. അപ്പം നോൺ സ്റ്റിക്ക് പാത്രങ്ങളെക്കാളും നല്ലത് ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് നല്ലപോലെ മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇടുന്നതിനേലും നല്ലത് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് കോഴിയിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല പോലെ പിടിക്കും. അപ്പോൾ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും പച്ചമുളക് കീറിയിട്ടതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. 1/2 സ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ വഴണ്ട് ഒരല്പം ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിതിനകത്തോട്ട് അടുത്ത മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് പകുതിയോളം വഴണ്ട് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് തീ ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് നല്ലപോലെ ഗോൾഡൻ കളറായി, ഉള്ളി ഒന്നും തീരെ ഇല്ലാത്ത അത്രയും അളവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി ഉപയോഗിക്കുമ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ചത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മണം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നല്ലപോലെ മുരിഞ്ഞ് കഴിയുമ്പോൾ നല്ല മണം വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കതിനകത്തോട്ട് 2 സ്പൂൺ ഫുള്ളായിട്ട് സ്പൂൺ മുളക് പൊടി, നല്ല മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കളറ് ആവശ്യമുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, അപ്പോൾ ഞാൻ 2 സ്പൂൺ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി നല്ല ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ മാരിനേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തോട്ട് ചേർത്താലും പ്രശ്നമൊന്നുമില്ല. സമയമില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ, ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല. നമ്മളിതിന് മൂടി വെച്ച് വേവിച്ച് റെഡിയാക്കുമ്പോൾ അതിലേക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിച്ചോളും. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആദ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ മൂടി വയ്ക്കുക. അതിനുശേഷം വെള്ളമൊക്കെ ഇറങ്ങി വരുന്നതോടുകൂടി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി. ഇപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ വേവുന്നത് വരെ മൂടി വെച്ച് അത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്ത് ഇപ്പോൾ തിരീശ ഗ്രേവിയൊക്കെ ആയി. അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും അത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ട നല്ല പോലെ എണ്ണ തെളിഞ്ഞ് വന്നിരിക്കുന്നത് ക്ലിയറായിട്ട് കാണാം. ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണും കൂടിയും ഗരം മസാല ലാസ്റ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവും ഉപ്പും ഒക്കെ നോക്കുക. എരിവ് കുറവാണെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അവസാനമായിട്ട് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മല്ലിയില ഇപ്പോൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം.
അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി നല്ല സൂപ്പർ മണവും നല്ല ടേസ്റ്റും ഒക്കെ ആവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള അടിപൊളി ചിക്കൻ റോസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ എപ്പോഴും. ബിരിയാണിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. Thank you so much.